Good morning to all. അപ്പോൾ നമുക്ക് ബാക്കി എടുത്തിട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ഐഡിയ എല്ലാവരും കിട്ടിയില്ലേ? ഇനി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് വിടാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് പ്ലോട്ടേഴ്സിനെ പറ്റി പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായിരുന്നു പ്ലോട്ടർ? കമ്പ്യൂട്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കടലാസിൽ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരം പ്ലോട്ടേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഡ്രം പ്ലോട്ടർ ആൻഡ് രണ്ടാമത്തതാണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഡ്രം പ്ലോട്ടറും അതേപോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഇതിപ്പോൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൻ്റെ ചെറിയ വലുപ്പത്തിലുള്ള പ്ലോട്ടറുകൾക്ക് പേപ്പറിൻ്റെ പരിമിതികൾ ഉണ്ടാവില്ല. ഓക്കെ, ചെറിയ വലുപ്പത്തിലുള്ള പ്ലോട്ടറുകൾക്ക് പേപ്പർ വലുപ്പത്തിൻ്റെ പരിമിതികൾ ഉണ്ട്. പരിമിതികൾ ഉള്ള കൈൻഡ് ഓഫ് പ്ലോട്ടറിനെ നമ്മൾ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്ലോട്ടറാണ് ഡ്രം പ്ലോട്ടർ. ഡ്രം പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ റോളുകളായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് എന്തില്ല, പേപ്പറിന് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, നോ, പേപ്പറിന് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്ലോട്ടർക്ക് വലിപ്പം കൂടുതലായിരിക്കും. പേപ്പർ റോളുകൾ നീളപരിധിയില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള പ്ലോട്ടറാണ് ഈ ഡ്രം പ്ലോട്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്താന്ന് പറയാം. സ്പീക്കർ എല്ലാവർക്കും അറിയാലോ. സ്പീക്കർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? എന്താ ഈ സ്പീക്കർ എന്ന് വെച്ചാൽ എന്നാ നമുക്കെല്ലാം അറിയാം അല്ലേ? ശബ്ദ രൂപത്തിൽ നമുക്ക് തിരിച്ചു തരുന്നത് നമ്മളെ ഡാറ്റ. സ്പീക്കർ എന്ന് വെച്ചാൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് സ്പീക്കർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് സ്പീക്കർ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നു അല്ലേ? നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് സ്പീക്കർ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഔട്ട്പുട്ട് ഡിവൈസസുകൾ. എന്തൊക്കെയായിരുന്നു? പ്രിൻ്റർ, മോണിറ്റർ, സ്പീക്കർ. മോണിറ്റർ 2 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. സ്പീക്കർ 4 തരത്തിലുണ്ട്. ലാസ്റ്റ് വൺ ഈസ് സ്പീക്കർ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി നമുക്ക് അടുത്തത് സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കാം. ഓക്കെ, എന്താണ് സോഫ്റ്റ്വെയർ? അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ എന്നാൽ എന്ത് അല്ലെ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ എന്താ ഈ സോഫ്റ്റ്വെയർ? ആരും നിങ്ങൾ അറിയാവാ? അറിയോ എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിഷൻ മാത്രമാണ് അല്ലേ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മിഷൻ മാത്രമാണ്. ഒരു ഇലക്ട്രോണിക് ഉപകരണം നമ്മൾ നേരത്തെ പഠിച്ചില്ല. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മിഷൻ മാത്രമാണ്. ഒരു മിഷൻ മാത്രമാണ്. അതിന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനുള്ള ഒക്കെ കഴിവുണ്ടോ? ഉണ്ട്. എന്തുണ്ടെങ്കിൽ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ പറ്റൂ. ഓക്കെ, അതിലോട്ടേക്ക് വരാം. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മിഷൻ മാത്രമാണ്. അതിന് സ്വന്തമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കമ്പ്യൂട്ടർ സ്വയം ചിന്തിക്കാനോ പ്രവർത്തിക്കാനുള്ള ഒന്നും ഒരു കഴിവില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താ എഴുതും? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മിഷൻ മാത്രമാണ്. അതിന് സ്വന്തമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനുള്ള ഒന്നും കഴിവില്ല. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. ആ നിർദ്ദേശങ്ങളെ നമുക്ക് എന്ത് പറയാം? സോഫ്റ്റ്വെയർ എന്ന് പറയാം. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാനായി നൽകുന്ന, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റ, അത് പരിഹരിക്കാനായി നൽകുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒരു പ്രശ്നം പരിഹരിക്കാനായി നൽകുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയറിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോഫ്റ്റ്വെയറിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഓക്കെ, സോഫ്റ്റ്വെയറിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ രണ്ടാമത്തതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ എന്താണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം സജീവമാക്കുന്നതിനും സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിലും സംയോജിക്കുന്നതിലുമാണ് ഇതിന്റെ പ്രധാന ദൗത്യം. സിസ്റ്റം സോഫ്റ്റ്വെയറേയും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടർ സിസ്റ്റം സജീവമാക്കാൻ വേണ്ടിയിട്ടും സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ ഘടകങ്ങളെ നിയന്ത്രിക്കലും
സംയോജിക്കലുമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഹാർഡ്വെയർ ഘടകങ്ങളെ സജീവാക്കുന്നതിനുമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ രണ്ടായി തരംതിരിച്ചല്ലോ, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ മനസ്സിലായില്ലേ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഘടകങ്ങളെ നിയന്ത്രിക്കലും സംയോജിപ്പിക്കലുമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്ന. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒന്നോ അതിലധികമോ പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടായ്മയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ഒരു പ്രശ്നം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു പ്രശ്നം പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കൊടുത്ത ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച ഒന്നോ അതിലധികമോ പ്രോഗ്രാമുകളുടെ കൂട്ടത്തെയാണ് ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച ഒന്നോ അതിൽ കൂടുതലോ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഒന്നോ അതിലധികമോ പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനെയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയും വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. എന്നാൽ ജസ്റ്റ് പേര് മാത്രം ആലോചിച്ച് വെച്ചാൽ മതിയേ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ യൂട്ടിലിറ്റീസും ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ജനറലൈസ്ഡും അതേപോലെ കസ്റ്റമൈസ്ഡും. ഇതാണ് സോഫ്റ്റ്വെയറിന്റെ ഒരു ഡയഗ്രാം. ജസ്റ്റ് പേരെങ്കിലും മനസ്സിലാക്കി വെക്കണേ. ഇതിൻ്റെത് സോഫ്റ്റ്വെയറിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞു, ഇത് രണ്ടും എന്താണെന്ന് പഠിക്കണം. ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറും അതേപോലെ യൂട്ടിലിറ്റീസും. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ജനറലൈസ്ഡും അതേപോലെ കസ്റ്റമൈസ്ഡും. ഇത്രയാണ് സോഫ്റ്റ്വെയറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ഒരു 4-5 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡയഗ്രാം കൂടി വരച്ച് വെക്കുക. ഇനി 2-3 മാർക്കിനാണ് ചോദിക്കുന്നെങ്കിൽ ജസ്റ്റ് സോഫ്റ്റ്വെയർ എന്താണെന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആണ്. എന്താണ്? കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ പറ്റിയാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടറിന്റെ ഭാഷകളെ പറ്റിയാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലേ? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? സംസാരിക്കാൻ, ആശയവിനിമയം നടത്താൻ ഒരു ഭാഷ അത്യാവശ്യമാണ് അല്ലേ? ഒരു ലാംഗ്വേജ് അത്യാവശ്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഒരു ഭാഷ അറിയണം അല്ലേ? മലയാളം, ഇംഗ്ലീഷ്, എനിത്തിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഭാഷ നമുക്ക് ആശയവിനിമയം മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലാംഗ്വേജ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ എന്തുണ്ട്? കമ്പ്യൂട്ടർ എന്തുണ്ട്? കുറച്ച് ലാംഗ്വേജ് ഉണ്ട്. ഹൈ ലെവലും അതേപോലെ തന്നെ ലോ ലെവൽ ലാംഗ്വേജ്. അങ്ങനെയാണ് രണ്ടായി കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ തരംതിരിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അല്ലേ? അപ്പോൾ ഈ ലോ ലെവലിനെയും എഗെയിൻ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഫുൾ തരംതിരിക്കലിൻ്റെ പരിപാടി. അപ്പോൾ ലോ ലെവലിനും ഹൈ ലെവലിനും ഉണ്ട്. ലോ ലെവൽ ആദ്യം എന്തെന്നായി? നമുക്ക് ആദ്യം ചെറുതെന്ന് തുടങ്ങാം അല്ലേ? നല്ല. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? കമ്പ്യൂട്ടറിന് ഒരു കമ്പ്യൂട്ടർ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ ലെവൽ ലാംഗ്വേജ് നേരിട്ട് അല്ലേ? താഴ്ന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോ ലെവൽ ലാംഗ്വേജിനെ രണ്ടായി തരംതിരിച്ചെന്ന് പറഞ്ഞല്ലോ. ഇയാളെ ഈ ലോ ലെവലിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജും മറ്റൊന്ന് അസംബ്ലി ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. എന്തായാലും മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ഇനി എന്താണ് മെഷീൻ ലാംഗ്വേജ് എന്ന് നോക്കാം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന നിലവാരമുള്ള പ്രോഗ്രാമിംഗ് ഭാഷയാണ്. കമ്പ്യൂട്ടറുകളാൽ മനസ്സിലാക്കാവുന്ന ഒരേ ഒരു ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. എന്താണ്? താഴ്ന്ന നിലവാരമുള്ള പ്രോഗ്രാമിംഗ് ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. താഴ്ന്ന നിലവാരമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് മെഷീൻ ഭാഷ. കമ്പ്യൂട്ടറുകളാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടറുകളാൽ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭാഷ കൂടിയാണ് ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി
അടുത്തതാണ് അസംബ്ലി ലാംഗ്വേജ്. എന്താണ് അസംബ്ലി ലാംഗ്വേജ്? അപ്പൊ എന്താണ് അസംബ്ലി ലാംഗ്വേജ്? എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതാൻ കഴിയുന്ന, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതാൻ കഴിയുന്ന താഴ്ന്ന നിലയിലുള്ള ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജ്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ താഴ്ന്നില്ല. അപ്പോൾ എന്ത് എഴുതുന്നു? ഫസ്റ്റ് വരി തന്നെ അങ്ങ് എഴുതി കൊടുക്കുക. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതാൻ കഴിയുന്ന താഴ്ന്ന നിലയിലുള്ള ലാംഗ്വേജ് ആണ്, താഴ്ന്ന നിലയിലുള്ള ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജ്. ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഈ ലാംഗ്വേജിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഈ അസംബ്ലി ലാംഗ്വേജിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആഡ്, അതായത് ADD, ആഡ്, DIV, div. അതായത് ആഡ് എന്താ എഡിഷൻ ആണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും, അത് കൂട്ടണാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. DIV, div എന്ന് വെച്ചാൽ ഡിവിഷൻ, ഹരിക്കണമെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് അസംബ്ലി ലാംഗ്വേജിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഏത് ക്രിയ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കാനും കഴിയും. അത്തരത്തിലുള്ള ഭാഷയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതാൻ കഴിയുന്ന താഴ്ന്ന നിലയിലുള്ള ഭാഷയാണിത്. ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് ഈ ആഡും ഡിവിഷനും ഒക്കെ. ആഡ് എന്ത് ക്രിയ ചെയ്യണം, ഏത് ചെയ്യണം എന്ന് കമ്പ്യൂട്ടർ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ ഇത്രയുമാണ് ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്നത്. അസംബ്ലി ലാംഗ്വേജും അതേപോലെ മെഷീൻ ലാംഗ്വേജും. ഇനി നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് പഠിക്കാം. ഹൈ ലെവൽ ലാംഗ്വേജ് അതായത് ഉന്നത ഭാഷ എന്നൊക്കെ വേണ്ടി പറയും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളതും ലളിതവുമായ ഭാഷയാണ് ഉന്നത ഭാഷ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം ലളിതമാക്കി പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഭാഷയാണിത്. ഇംഗ്ലീഷ് ഭാഷയെ ഹൈ ലെവൽ, ഇനി നമ്മൾ താഴ്ന്ന കഴിഞ്ഞ് അതിനെ വിട്ട് അത് മനസ്സിലായല്ലോ. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ഭാഷയെ ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളതും എന്നാൽ ലളിതവുമായ പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് ഉന്നത ഭാഷ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ലളിതമാക്കി, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് ഈസിയാക്കി പ്രോഗ്രാം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ 5 തരംതിരിച്ചിട്ടുണ്ട്. ലോ ലെവൽ ആകെ 2 ഉള്ളൂ, പക്ഷെ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ 5 തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവ ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ബേസിക്. എന്താണ് ബേസിക്? BASIC, സ്പെല്ലിംഗ് തെറ്റി പോറേ, BASIC. ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്ന ഒന്നാമത്തെ ലാംഗ്വേജ് ആണ് ബേസിക്. ഇതിന്റെ ഫുൾ ഫോം എന്താന്ന് പറഞ്ഞുതരാം. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്, അതാണ് ബേസിക്കിന്റെ ഫുൾ ഫോം. എല്ലാവരും നോട്ട് ചെയ്യണം, നിർബന്ധമാണ്. എക്സാമിനൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബേസിക്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്, അതാണ് ബേസിക്കിന്റെ ഫുൾ ഫോം. അപ്പൊ എന്താണ് ഈ ബേസിക് ലാംഗ്വേജ് എന്ന് നോക്കാം. ഫുൾ ഫോം നോട്ട് ചെയ്തില്ല? അപ്പൊ ബേസിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതവും തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പവുമുള്ള ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് ബേസിക്. ഏറ്റവും ലളിതവും തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പവുമുള്ള പ്രോഗ്രാമിംഗ് ഭാഷയാണ് ബേസിക്. തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന, ഏറ്റവും ലളിതവും തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഹൈ ലെവൽ ലാംഗ്വേജിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ് ബേസിക്. ക്ലിയർ? ദെൻ രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് കോബോൾ. COBOL. രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് കോബോൾ. COBOL. കോബോളിന്റെയും ഫുൾ ഫോം ഉണ്ട്, എല്ലാത്തിൻ്റെയും ഫുൾ ഫോം പഠിക്കണം. എന്നാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പൊ കോബോളിന്റെ ഫുൾ ഫോം ആണ് കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്, അതാണ് കോബോളിന്റെ ഫുൾ ഫോം. നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം. COBOL, കോബോൾ, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഇനി എന്താ നോക്കാം. കോബോൾ ബിസിനസ് എന്ന വാക്ക് കേട്ടത് നമുക്കറിയാലോ. കോബോൾ എന്നത് ബിസിനസ് ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്ന ഉയർന്ന നിലവാരമുള്ള ഭാഷയാണിത്. വാണിജ്യ രംഗത്ത് വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് കോബോൾ. അതായത് ബിസിനസ് പറയുന്നത് നമുക്കറിയാലോ, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്
ഏറ്റവും കൂടുതൽ വാണിജ്യ രംഗത്ത് ബിസിനസ് ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് കോബോൾ. ഓക്കെ, ക്ലിയർ? ദെൻ മൂന്നാമത്തെ ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്ന മൂന്നാമത്തെ ലാംഗ്വേജ് ആണ് ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർട്രാൻ ഫോർട്രാൻ അതായത് ഫോർട്രാന്റെ ഫുൾ ഫോം ഫോർമുല ട്രാൻസ്ലേഷൻ. നോട്ട് ചെയ്യണേ, ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർട്രാന്റെ ഫുൾ ഫോം ആണ് ഫോർമുല ട്രാൻസ്ലേഷൻ. എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫോർട്രാൻ എന്നാൽ എന്തായിരുന്നു? ഫോർമുല ട്രാൻസ്ലേഷൻ എന്നും പറയാം. അതായത് ഇത് ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഗണിതപരമായിട്ടുള്ള ഒരുപാട് ഫോർമുലകൾ അടങ്ങിയ ഒരു ഈക്വൽ ടു സമ്മ്, ഈക്വൽ ടു എവറി, അത്തരത്തിലുള്ള ഗണിതശാസ്ത്ര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. ഓക്കെ, ഗണിതശാസ്ത്ര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഇനി അടുത്ത കമ്പ്യൂട്ടർ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ആപ്ലിക്കേഷൻ, കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ, ഡെവലപ്പിംഗ് ഗെയിംസ് തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് സി. കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ, സയന്റിഫിക് ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഡെവലപ്പിംഗ് ഗെയിംസ്, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് സി. ഇതിന് ഫുൾ ഫോം ഒന്നുമില്ല കേട്ടോ, സമാധാനം ഇല്ലേ? നോ ഫുൾ ഫോം, ഓൺലി സി. ഓക്കെ, ഇതിന് ഫുൾ ഫോം ഒന്നുമില്ല, സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ, പിന്നെ ഡെവലപ്പിംഗ് ഗെയിംസ്, സയന്റിഫിക് ആപ്ലിക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് സി. ഇനി അടുത്ത കമ്പ്യൂട്ടർ ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്ന അഞ്ചാമത്തെ തരം, അഞ്ചാമത്തത് ഇതോടെ കഴിഞ്ഞിട്ടാ, അഞ്ചാമത്തെ ലാംഗ്വേജ് ആണ് C++. ആരും പേടിക്കൊന്നും വേണ്ട, ഇത് വിശദമായിട്ടൊന്നും പഠിക്കുന്നില്ല, ജസ്റ്റ് എന്താന്നേ പഠിക്കുന്നുള്ളൂ. C++. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്ന അഞ്ചാമത്തെ തരം ലാംഗ്വേജ് ആണ് C++. ഇതോടെ ഹൈ ലെവൽ ലാംഗ്വേജ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, ഇതിന് രണ്ടിലും ഫുൾ ഫോം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ C++ എന്നാന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഭാഷയാണിത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് C++. മറ്റു ഉന്നതകൾ ഭാഷ പോലെയല്ല. ഓക്കെ, നേരത്തെ നമ്മൾ കുറേ പഠിച്ചില്ലേ, ബേസിക്, കോബോൾ, ഫോർട്രാൻ, സി. ഇതുപോലെ ഒന്നുമല്ല, കുറച്ച് ടഫായിരിക്കും. ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കണമെങ്കിൽ അറിയണം. ഈ ലാംഗ്വേജ് C++നെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. അതായത് പല പ്രോഗ്രാമുകളും വലിയ ഓരോ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, പിന്നെ കുറേ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പിന്നെ അധികവും IT മേഖലകളിലുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. മറ്റു ഭാഷകളെ പോലെയല്ല, കുറച്ച് ടഫായിരിക്കും. എന്നാൽ വലിയ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് C++. അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, കമ്പ്യൂട്ടർ ലാംഗ്വേജ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ലോ ലെവലും ഹൈ ലെവലും. ലോ ലെവലിൽ തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. പിന്നെ നമ്മൾ പഠിച്ച ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, അതിൽ 5 എണ്ണം ഉണ്ട്. 1 ബേസിക്, 2 കോബോൾ, 3 ഫോർട്രാൻ, 4ാമത്തത് സി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് C++. 3 മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രൈബ് ബ്രീഫ്ലി അബൌട്ട് കമ്പൈലർ. എന്താണ് കമ്പൈലർ? എന്താണ് അസംബ്ലർ? സിമ്പിളാണ്, കണ്ണും പൂട്ടി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് കമ്പൈലർ, എന്താണ് അസംബ്ലർ എന്ന് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടറിന് യന്ത്രഭാഷ, അതായത് മെഷീൻ ലാംഗ്വേജ് മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനാൽ ഉന്നത ഭാഷകളെ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ അതിനാൽ ഉന്നത ഭാഷകളെ യന്ത്രഭാഷയിലേക്ക്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സംവിധാനത്തെയാണ്, തർജ്ജമ ചെയ്യുന്ന സംവിധാനത്തെയാണ് കമ്പൈലർ എന്ന് പറയുന്നത്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്ന സംവിധാനത്തെയാണ് കമ്പൈലർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്ന സംവിധാനത്തെയാണ് അസംബ്ലർ എന്നും പറയുന്നത്. ഓക്കെ, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിൽ മാറ്റുന്നതിനെ അസംബ്ലർ എന്നും,
മെഷീൻ ലാംഗ്വേജിനെ ഹൈ ലെവൽ ലാംഗ്വേജിൽ മാറ്റുന്നതിനെ കമ്പൈലർ എന്നും പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.